കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. കോർപ്പറേഷൻ BJPക്ക് നൽകിയതിന്റെ സന്തോഷം ജനങ്ങൾക്ക് അറിയിക്കാനാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് പങ്കുവയ്ക്കാനാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്, പ്രത്യേകിച്ച് തലസ്ഥാനത്തെത്തിയത്. രണ്ട് പരിപാടികൾ ഉണ്ടായിരുന്നു. റെയിൽവേയുടെ പരിപാടിയും അല്ലെങ്കിൽ BJPയുടെ വികസന രേഖ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയും ഉണ്ടായിരുന്നു. ഈ രണ്ടിലും മോദി പങ്കെടുത്തു. പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞു. അവർ ആരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കും, അവരെ ജയിലിലടയ്ക്കും. LDF UDF കൊടിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അജണ്ട ഒന്ന് തന്നെയാണ്. അഴിമതിയുടെ കാര്യത്തെക്കുറിച്ചും ഒക്കെ നരേന്ദ്രമോദി കൃത്യമായി ജനങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു. വേദിയിൽ പലരും ഉണ്ടായിരുന്നു. മുതിർന്ന BJP നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ, തിരുവനന്തപുരം മേയർ, നമുക്കറിയാം ആശാനാഥിന്റെ കാലിൽ തൊട്ട് വണങ്ങുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു. സ്ത്രീകൾക്ക് നരേന്ദ്രമോദി നൽകുന്ന ബഹുമാനം എത്രയാണ് എന്നുള്ളത് ഇതിനു മുൻപും നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല, രാജേഷിനെ കെട്ടിപ്പിടിച്ച് എൻ്റെ ആത്മസുഹൃത്തേൻ, എൻ്റെ പഴയകാല സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയറിനെ കെട്ടിപ്പിടിച്ച് എല്ലാ വേദിയിൽ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വേദിക്ക് മുന്നിൽ മേയർ VV രാജേഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോദി തങ്ങളുടെ ഒരു മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞത് എന്നുള്ളത്. അതായത് കോർപ്പറേഷൻ തലസ്ഥാനം BJPക്ക് നൽകിയതിലൂടെ തലസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഛായ തന്നെ, മുഖഛായ തന്നെ മാറാൻ പോകുന്നു എന്ന മോദി കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതും കേട്ടതുമാണ്. മോദി എത്തിയപ്പോൾ അലയടിക്കുമായിരുന്നു, കടൽ പോലെ ഇളകി മറിയുകയായിരുന്നു തലസ്ഥാനം എന്ന് തന്നെ പറയണം. ആവേശക്കടലായി തലസ്ഥാനം മാറി എന്നൊക്കെ BJPക്കാർ പറയുന്നത് പോലെ തന്നെയാണ് മാധ്യമങ്ങൾ ഇന്നലെ പറഞ്ഞത്. വലിയ ജനസാഗരമൊക്കെയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ചില കുത്തിത്തിരിപ്പുകളും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മോദി വന്നപ്പോൾ എന്തുകൊണ്ട് വലിയ കുത്തിത്തിരിപ്പൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് വരുന്നുണ്ടടാ അതാ. അതായത് K സുരേന്ദ്രനെയും R ശ്രീലേഖയും മോദി പരിഗണിച്ചില്ല. ഇതാണ് പ്രശ്നം. പലരുടെയും പ്രശ്നം ഇതാണ്. R ശ്രീലേഖ സ്റ്റേജിന് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരെ മോദി കണ്ടതായി പോലും നടിച്ചില്ല. അവർ ദേഷ്യത്തോടെ പോകുന്നു. പിന്നെ കൗൺസിലർ മേയർ പോര് നടുത്തളത്തിലേക്കോ റോഡിലേക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ന് ശ്രീലേഖ അതിനൊരു മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത്, ഞാൻ പരിശീലിച്ച് വന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന അവരൊരു IPS ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു. ഒരു മുതിർന്ന നേതാവ് വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത്, അത് തന്നെയാണ് BJP നേതാവ് അല്ലെങ്കിൽ BJPയുടെ കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചത്. ഞാൻ രാഷ്ട്രീയത്തിൽ പരിജ്ഞാനമുള്ള ആളല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിന്നു. അവിടെ നിന്ന് നടന്ന് നരേന്ദ്രമോദിയെ കാണണം എന്ന് എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിലും എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി VVIP ഡോറിലൂടെയാണ് കടന്നു വന്നത്, പോയതും ആ വഴിക്ക് തന്നെയാണ്. നരേന്ദ്രമോദി എല്ലാവരെയും കണ്ടു. പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് പോയി മുഖ്യമന്ത്രിക്ക് കൈ കൊടുത്ത് അദ്ദേഹത്തെ തന്നെ തൊട്ടടുത്ത് കൊണ്ടിരുത്തിയ ആളാണ് നരേന്ദ്രമോദി. വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്കുള്ളതുപോലെ തന്നെ എനിക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാം ശരിയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോൾ UDFിലെ നേതാക്കളെ ഒരു പുല്ല് വില പോലും കൊടുക്കാത്തത് നമ്മൾ കണ്ടതാണ്. ഇത് എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അതായത്, സുധാകരനെ മാറ്റി കണ്ണൂരിലെ തന്നെ ഇപ്പോഴും പാർട്ടിയുടെ ഏറ്റവും ശക്തനും കരുത്തനുമായ നേതാവാണ് പഴയ KPCC പ്രസിഡന്റായ K സുധാകരൻ. സുധാകരനെ ഇരിപ്പിടത്തിൽ നിന്ന് മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഇതുപോലൊരു അപമാനം K സുധാകരന് പാർട്ടിയിൽ ഇനി കിട്ടാനില്ല എന്നുള്ളതാണ്. VD സതീശൻ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തച്ച് ഇങ്ങനെ കാത്തിരിക്കാൻ അടുത്ത UDF ഭരണത്തിൽ വന്നാൽ താനാണ് മുഖ്യമന്ത്രി, താനാണ് മുഖ്യമന്ത്രി, താനാണ് മുഖ്യമന്ത്രി എന്ന്. പക്ഷേ VD സതീശനെ ഒരു വിലയും കൽപ്പിക്കാതെ എൻ്റെ വണ്ടിക്കകത്ത് നീ കയറണ്ട, അതിനുള്ള യോഗ്യത നിനക്കായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ നിന്ന് ഓടിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് കണ്ടത്. തരൂറിനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിശ്വപൗരനാണ് തരൂർ. തരൂർ കോൺഗ്രസിൽ ഉണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒരു ഭാഗ്യമായ കാര്യമാണ്. അത്രത്തോളം അറിവും വിജ്ഞാനവും നിലപാടും ഒക്കെയുള്ള ഒരാളാണ് തരൂർ. തരൂരിന് നൽകിയ ഒരു വില കണ്ടാൽ തരൂർ ഒടുവിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ
പലരെയും വല്ലാതെ അപമാനിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു. KC വേണുഗോപാലിനെ ചേർത്ത് നിർത്താനായി പാർട്ടിക്കുള്ളിലെ പലരെയും അകറ്റുന്ന ഒരു രാഹുൽ ഗാന്ധിയെ കണ്ടു. പക്ഷെ ഇന്നലെ പുത്തരിക്കണ്ട മൈതാനത്ത് കണ്ടത് അതല്ല. പുത്തരിക്കണ്ട മൈതാനത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നരേന്ദ്രമോദിയെ തന്നെയാണ് കണ്ടത്. ശ്രീലേഖ IPSനും K സുരേന്ദ്രനും പ്രശ്നമില്ല എങ്കിൽ ഇവിടെ ആർക്കാണ് ഇത്ര ചൊറിച്ചിലെന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ് ഇത്ര നിലവിളിയും ആർക്കാണ് ഇത്ര കരച്ചിലും? ശ്രീലേഖയെ കണ്ടിട്ടില്ല എങ്കിൽ ശ്രീലേഖയെ കണ്ട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ശ്രീലേഖ IPS എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും മികച്ച വനിതാ IAS ഉദ്യോഗസ്ഥ BJPയിലേക്ക് എത്തിയത്. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് അവർ പറയും, അവർ ചെയ്യും. അതിനെന്തിനാണ് ഈ കുത്തിത്തിരിപ്പുമായി പുറകോട്ട് പോകുന്നത്? അതിനുശേഷം K സുരേന്ദ്രൻ പാർട്ടിയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന് പല A ക്ലാസ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയാകുന്ന ആളുകൂടിയാണ് K സുരേന്ദ്രൻ പാർട്ടിയിൽ എത്രത്തോളം വലിയ ആളാണെന്ന് നരേന്ദ്രമോദിക്ക് ഇവിടുത്തെ കുത്തിത്തിരിപ്പ് മാപ്രകൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയാം K സുരേന്ദ്രൻ പാർട്ടിയിൽ ആരാണ് എന്നുള്ളത്. പാർട്ടിയിലെ ഓരോ ചെറിയ ആളുകളെയും അല്ലെങ്കിൽ ഓരോ ചെറിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും തിരിച്ചറിയാനുള്ള കഴിവ് K സുരേന്ദ്രനുണ്ട് എന്നുള്ളത് K സുരേന്ദ്രനല്ല, നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളത് ഇവിടെ പലരും മനസ്സിലാക്കുന്നില്ല. എല്ലാം സക്സസ് ആയി എന്ന് കണ്ടപ്പോൾ എന്നാൽ എവിടെയെങ്കിലും ശ്രീലേഖ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടോട്ട് പോകുന്നതൊക്കെ പലരും എടുത്ത് അതൊക്കെ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ വി കെ പ്രശാന്ത് ഇതുപോലെ ചില പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ അവസാനം വി കെ പ്രശാന്ത് തന്നെ കണ്ടം വഴി ഓടേണ്ട അവസ്ഥ വന്നു. മരുതൻകുടിയിൽ ഒരു ഓഫീസൊക്കെ എടുത്ത് വി കെ പ്രശാന്ത് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. മാധ്യമങ്ങളോട് പറഞ്ഞ് കൗൺസിലറുടെ അഹങ്കാരം, ധാർഷ്ട്യം എന്നൊക്കെ കാണിച്ച് കൗൺസിലർക്ക് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അതവിടെ നടന്നില്ല. ശ്രീലേഖ IPS ഇപ്പോൾ ഉള്ള ഏത് BJP പ്രവർത്തകരെക്കാളും ഏറ്റവും മികച്ച ഒരു നേതാവാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയെ തള്ളിപ്പറയാതെ പാർട്ടിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പാർട്ടിക്കകത്ത് സംസാരിച്ച് തീർക്കുക എന്നുള്ളതല്ലാതെ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാനായി ഒന്നും ശ്രീലേഖയുടെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതും ഏറ്റില്ല എന്നുള്ളതാണ്. ശ്രീലേഖ അതിന് മറുപടിയുമായി രംഗത്തെത്തി. നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ അതിന് വല്ലാത്ത മാനങ്ങളുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത് ലോകം മുഴുവൻ കണ്ടതാണ്. BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറവാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ BJPയുടെ പന്തള ഉൾപ്പെടെ BJPയുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് BJPക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അവര് തമ്മിൽ തല്ലും അകത്തെ ഗ്രൂപ്പീസൊക്കെ കൊണ്ട് കിട്ടുന്നത് അവർ തന്നെ ഇല്ലാതാക്കുന്നതാണ്. കേരളത്തിന് പുറത്ത് BJPക്ക് കിട്ടിയുടെ ഒന്ന് പുറത്തു പോകാത്ത എന്ത് അല്ലെങ്കിൽ അത് കയ്യിൽ കിട്ടിയത് പിന്നീട് കിട്ടാതായിട്ടില്ല എന്ന് പറയുന്നത് അവിടെ കൃത്യമായി BJPക്ക് ശക്തമായി മുന്നേറാൻ അറിയാം. ഒരിക്കൽ കിട്ടിയാൽ അതെങ്ങനെ കയ്യിൽ നിന്ന് പോകാതിരിക്കാം എന്നതിനെ കുറിച്ച് BJPക്കാർക്ക് നല്ല നിശ്ചയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കോൺഗ്രസില് പുറമേ നമ്മൾ ഗ്രൂപ്പ് A മുതൽ Z ഇനി പുതിയ അക്ഷരം കോൺഗ്രസ്സുകാർക്ക് കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് പോലെ BJPയെ സംബന്ധിച്ചിടത്തോളം പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ ഗ്രൂപ്പിസം ഒക്കെ നല്ല രീതിയിലുണ്ട്. പല തട്ടുകളായി പലരുമൊക്കെ പല ഭാഗങ്ങളിലൊക്കെ ചേർന്ന് നിൽക്കുന്നവരുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും പുറമേ ഐക്യത്തോടെ നിന്ന് പോകുന്ന ഒരു മുന്നണിയായിട്ടാണ് നമ്മൾ BJP എപ്പോഴും കാണുന്നത്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നരേന്ദ്രമോദി എത്തുമ്പോൾ അത് വല്ലാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വരുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മിഷൻ കേരളം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെയും കേരളത്തിലെ BJP നേതാക്കളുടെയും ഒക്കെ ഒരു മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ അടക്കം ഉണ്ടാകേണ്ടതുണ്ട്. ഒരു വലിയ ത്രികോണ മത്സരം തന്നെയാകും. ഇതുവരെ കാണാത്ത ഒരു മത്സരം തന്നെയാകും കേരളം ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്.